നമസ്കാരം, ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. INTUC പെരുമ്പാവൂർ റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ ഇന്ദിരാഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച മെയ്ദിന റാലി എൽദോസ് കുന്നപ്പള്ളി MLA റീജിയണൽ പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാന് ഫ്ളാഗ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരുന്ന റാലി പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ സമാപിച്ചതോടെ പൊതുസമ്മേളനം ആരംഭിച്ചു. റീജിയണൽ പ്രസിഡന്റ് ഡേവിഡ് തോപ്പിലാൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം CV മുഹമ്മദ് അലി സ്വാഗതം ആശംസിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് V റഹീം, കൂപ്പടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയി പൂണേലി, മുൻ KPCC സെക്രട്ടറി സക്കീർ ഹുസൈൻ, ജില്ലാ ജനറൽ സെക്രട്ടറി PP അവറാച്ചൻ, ബിന്ദു ഗോപാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി ട്രഷറർ സ്ലീബ സാമുവൽ, മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, കൂപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ്, പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ്, ജില്ലാ ഭാരവാഹികളായ സുലൈമാൻ പൊഞ്ഞാശ്ശേരി, PG മഹേഷ്, അഡ്വക്കേറ്റ് ബേസിൽ ജോയ്, അലി KSCB, അലിയാർ KSRTC, ലേബർ സെൻറ്റർ ചെയർമാൻ അൽഫോൺസ് മാഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ CK രാമകൃഷ്ണൻ, സാബു പള്ളിക്കൽ, സോളി ബെന്നി, റിജു കുര്യൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി VP നൌഷാദ്, അലി മൊയ്തീൻ, തൊഴിലുറപ്പ് തൊഴിലാളി നിയോജക മണ്ഡലം കൺവീനർ സജി പടയാട്ടി, INTUC ബ്ലോക്ക് ഭാരവാഹികളായ ഷൺമുഖൻ കോടനാട്, സിദ്ദിഖ് പുളിയാമ്പള്ളി തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കളും INTUC നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. എന്ത് യോഗ്യതയാണ് മെയ്ദിന ആഘോഷിക്കാൻ? തൊഴിലാളി ദ്രോഹ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഗവൺമെന്റിനെതിരായി ഒരു വാക്ക് പോലും ശബ്ദിക്കാൻ ത്രാണിയില്ലാത്ത ഈ നാട്ടിലെ CIT-യും AITC-യും പിണറായി വിജയൻ കൊടുക്കുന്ന ചീട്ടുമൂരത്തിന് മുമ്പിൽ വിറച്ചു നിൽക്കുന്ന ഈ നാട്ടിലെ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ അവർക്ക് എന്ത് യോഗ്യതയാണ് ഈ മെയ് ദിനം ആഘോഷിക്കാൻ? 12 മണിക്കൂർ ജോലിയാക്കിയതാണോ യോഗ്യത? ഇവിടുത്തെ ചുമട്ടുതൊഴിലാളികൾക്കെതിരായി നിയമം കൊണ്ടുവന്നതാണോ യോഗ്യത? ഇവിടുത്തെ സ്കീം വർക്കേഴ്സ്, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, അങ്ങനെയുള്ള സ്കീം വർക്കേഴ്സിന് ₹1 പോലും ആനുകൂല്യം കൊടുക്കാത്ത കഴിഞ്ഞ 7 വർഷക്കാലമായി കൊണ്ടു നടക്കുന്ന ഒരു ഗവൺമെന്റ്. അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിൽ പദ്ധതി നമ്മൾ കൊണ്ടുവന്ന പദ്ധതികൾ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, ഈ ഗവൺമെന്റുകളെ പ്രതിനിധീകരിക്കുന്ന ട്രേഡ് യൂണിയൻ എന്ത് യോഗ്യതയാണ് മെയ് ദിനം ആചരിക്കാൻ? നമുക്കറിയാം, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രിമാർ കഷ്ടപ്പെട്ട് നമുക്ക് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി തന്ന നിയമങ്ങൾ അതുപോലും നടപ്പിലാക്കുവാൻ നിലനിർത്താൻ കഴിയാത്ത ഗവൺമെന്റുകൾ അവരുടെ പോഷക സെക്രട്ടറിയായി ട്രേഡ് യൂണിയനുകൾ മെയ് ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. 1886 ചിക്കാഗോയിൽ സമരം നടക്കുമ്പോൾ ലോകത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. 1917 ആണ് ലോകത്ത് ചൈനയിൽ ആദ്യമായി, റഷ്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. 1917. 1919 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. 1921 ലോകം ആകെ കമ്മ്യൂണിസം വ്യാപിപ്പിച്ചത്. അന്നൊന്നും ഇവരില്ല. ഇവരിവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മെയ് ദിനം ആചരിക്കാനുള്ള യോഗ്യത ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് 1925. 1925 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. 1919 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ AITC രാജ്യത്ത് രൂപീകരിച്ചത്. AITC രൂപീകരിച്ചതിന് ശേഷം 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് കൂടുമ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ AITC-യുടെ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ലാലാ ലജ്പത് റായിയാണ് AITC-യുടെ പ്രതിനിധിയായി ILO ഗവേണിംഗ് ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ആ മീറ്റിംഗിൽ വെച്ചാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന ലോകത്തിന് ഒരു നിയമം ഉണ്ടാക്കിയത് ആ ILO ഗവേണിംഗ് ബോഡി മീറ്റിംഗ്. അല്ലാതെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊന്നും ഒരു ഇതുമായിട്ട് അവകാശപ്പെടുന്ന ഒരു ഇതുമില്ല.